മാലിന്യം നീക്കുന്നത് സംബന്ധിച്ച വലിയ തർക്കം റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുണ്ടായല്ലോ. യഥാർത്ഥത്തിൽ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ ഭാഗത്ത് മാത്രമായി മാലിന്യം കെട്ടിക്കിടക്കാനുള്ള കാരണം റെയിൽവേ ആണോ? ആരാണ് ഇതിന് ഉത്തരവാദി? അജിംസ്, ജോയിയെ കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ റെയിൽവേയും കോർപ്പറേഷൻ തമ്മിലുള്ള തർക്കം ഇപ്പോൾ നടക്കുകയാണ്. കാരണം റെയിൽവേ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചില്ല. നഗരസഭയാണെങ്കിൽ നിരവധി നോട്ടീസുകൾ പുറത്തുവിടുകയും ചെയ്തു. അതായത് 2015-ലും 2018-ലും 2022-ലും റെയിൽവേയുടെ ഈ ഭാഗം അന്ന് ശുചീകരിച്ചത് നഗരസഭ തന്നെയായിരുന്നു. 2023-ലാണ് റെയിൽവേ ഇത് ഏറ്റെടുത്ത് ഈ ടണലിന്റെ ഭാഗവും അതുപോലെ റെയിൽവേയുടെ കീഴിലുള്ള വസ്തുവിന്റെ സ്ഥലത്തെയുള്ള തോട്ടിലെ മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത്. ഈ പ്രാവശ്യം 2024-ൽ നേരത്തെ, അതായത് മഴയ്ക്ക് മുമ്പേ ചെയ്യേണ്ട പണിയായിരുന്നു. പക്ഷേ അത് വൈകിപ്പോയി. പക്ഷേ തങ്ങൾ ഈ സമയത്ത് തന്നെയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതെന്നാണ് റെയിൽവേ വ്യക്തമാക്കിയത്. മാത്രമല്ല നഗരസഭയുടെയോ അല്ലെങ്കിൽ കളക്ടറുടെയോ മേജർ ഇറിഗേഷൻ്റെയോ ഒരു നോട്ടീസും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്യണം എന്ന തരത്തിലുള്ള. മാത്രമല്ല ഇവിടെ മാലിന്യം വന്ന് അടിയുന്നതിന് കാരണം നഗരസഭയാണ്. കാരണം നഗരസഭ ഈ തോട്ടിലൂടെ ഒഴുകി വരുന്ന ആമയിഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകി വരുന്ന മാലിന്യം നേരത്തെ നീക്കം ചെയ്യാത്തതുകൊണ്ടാണ് അത് ഈ റെയിൽവേ ടണലിൽ വന്ന് അടയുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയ്ക്കാണ് ഇതിൽ വീഴ്ച വരുന്നു എന്നുള്ള കാര്യമാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ടാണ് നഗരസഭയിൽ നിന്നുള്ള മറുപടിയും വന്നത്. മേയർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് മന്ത്രി നിന്ന യോഗത്തിലാണ് എടുത്ത തീരുമാനം. അതായത് നേരത്തെ തന്നെ ഈ ടണൽ ഭാഗത്തെയും അതിനോട് സമാന്തരമായിട്ടുള്ള തോട്ടിലെ ഭാഗത്തെയും മാലിന്യം നീക്കം ചെയ്യണമെന്നുള്ളത്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ അടിയിലുള്ള ഈ ടണലിലാണ് കൂടുതലായിട്ട് മാലിന്യം വന്നടിയുന്നത്. അതുകൊണ്ട് അത് റെയിൽവേ തന്നെ നീക്കം ചെയ്യാമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നോട്ടീസ് നൽകിയത്. മെയ് 17-ന് ആദ്യം നോട്ടീസ് നൽകുന്നു. രണ്ടാമതും നോട്ടീസ് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നഗരസഭ നൽകിയിരുന്നു. അതിലൊന്നും ഒരു മറുപടിയും നൽകിയില്ല. മാത്രമല്ല ഈ മെയ് 29-ാം തീയതി ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് വിട്ടിരുന്നു. അടിയന്തരമായിട്ട് ഈ ടണൽ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്ത് കാണിച്ചിട്ട് ഒരു ഉത്തരവ് റെയിൽവേക്ക് നൽകിയിരുന്നു. അതും മാനിച്ചില്ല. തുടർന്ന് ജൂൺ 1-ാം തീയതി വീണ്ടും ഒരു റിമൈൻഡർ, അതായത് വീണ്ടും ആവശ്യപ്പെട്ടു ഈ മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കളക്ടർ ഒരു നോട്ടീസ് നൽകിയത്. പക്ഷേ ഇതിലൊന്നും മറുപടിയൊന്നും നൽകിയിരുന്നില്ല. മാത്രമല്ല മന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പോലും DRMO അല്ലെങ്കിൽ ADRMO തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ ആരെയും റെയിൽവേ അയക്കാറില്ല. പകരം സാധാ ഉദ്യോഗസ്ഥരെയാണ് അയക്കുന്നത്. അവർ വന്ന് ഈ ചർച്ചയിൽ പലപ്പോഴും പറയുന്നത് മേലുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് ഇക്കാര്യങ്ങൾ അറിയിക്കാം. എന്നാൽ അതിൽ പിന്നീട് ഈ പറയുന്ന നൽകിയിട്ടുള്ള നോട്ടീസുകളിൽ ഒന്നും തന്നെ ഒരു മറുപടിയും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. മാത്രമല്ല റെയിൽവേ പറയുന്നത് അവർക്ക് ഖരമാലിന്യം സംസ്കരിക്കാൻ വേണ്ട പ്ലാന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നഗരസഭ തിരിച്ചു ചോദിച്ച ചോദ്യം, എവിടെയാണ് ഇത്തരം ഒരു പ്ലാന്റ് ഉള്ളത്? ആ പ്ലാന്റ് കാണിച്ചു തരികയാണെങ്കിൽ നഗരസഭ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറാം. അതുമാത്രമല്ല റെയിൽവേയുടെ മാലിന്യങ്ങൾ പോലും ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നു എന്നുള്ള കാര്യമാണ് നഗരസഭ വ്യക്തമാക്കിയത്. ഇതിന് തെളിവായിട്ട് നഗരസഭയും അതുപോലെ കളക്ടറേറ്റിൽ നിന്നും അയച്ചിട്ടുള്ള നോട്ടീസും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. RB സനൂപ്, ഈ മാലിന്യം അടിഞ്ഞുകൂടി, അത് പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ മാലിന്യമാണല്ലോ ഇങ്ങനെ നീക്കം ചെയ്യാനാവാതെ നിൽക്കുന്നത്. ഈ മാലിന്യത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇത് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമാണോ, അതല്ല മറ്റു വല്ല മാലിന്യമാണോ? 2015-ൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ടാണ് ആദ്യം ഈ ടണൽ ഭാഗം വൃത്തിയാക്കിയത്. പിന്നീട് 2018-ലും 2022-ലും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല അജൈവ മാലിന്യങ്ങൾ അടക്കം ഈ ഭാഗത്ത് വരുന്നുണ്ട്. മനുഷ്യ വിസർജ്യങ്ങൾ അടക്കം ഈ മാലിന്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെയാണ് തള്ളുന്നത്. റെയിൽവേ പോലും കുറ്റപ്പെടുത്തി പറയുന്നത് ഈ പറയുന്ന കോച്ചുകൾ കഴുകി വൃത്തിയാക്കുന്ന വെള്ളം പോലും ഇതിലേക്കാണ് ഒഴുക്കി വിടുന്നത്. അതായത് മനുഷ്യ വിസർജ്യം അടക്കം ഇവിടുത്തെ മാലിന്യ കൂട്ടത്തിലുണ്ട്. നേരത്തെ സ്കൂബ സംഘം തന്നെ അതിനകത്ത് പരിശോധന നടന്ന സമയത്ത് ചാക്ക് കെട്ട് കണക്കിന് ഈ മാലിന്യം ഉണ്ടായിരുന്നു. നേരത്തെ ഇതിനു മുമ്പൊക്കെ ആമയിഴഞ്ചത്തോട് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ നാപ്കിനും അതുപോലെ തന്നെ സാനിറ്ററി പാഡ് അടക്കമുള്ള കാര്യങ്ങൾ ബൾക്കായിട്ട് തന്നെ കെട്ടി അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന കാര്യമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ടുള്ള മാലിന്യങ്ങളോട് വന്ന് അടിയുന്നുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് നീക്കം ചെയ്യാൻ പോലും ഇപ്പോൾ കഴിയുന്ന ഒരു സ്ഥലം പോലുമല്ല. കാരണം ഈ പറയുന്ന ചളി മാത്രമല്ല മാലിന്യം പോലും കുന്നുകൂടിയാണ് ഈ ടണലിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ആ ഭാഗം റെയിൽവേ തന്നെ വൃത്തിയാക്കണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും റെയിൽവേ ഇത്തരത്തിൽ അനുമതി നൽകുന്നില്ല എന്നുള്ള കാര്യം കൂടി നഗരസഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അനുമതി ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ അല്പസമയം മുമ്പ് DRMും മേയറുമായിട്ട് സംസാരിച്ചിരുന്നു. ഭാവി പ്രവർത്തനങ്ങളിൽ മേയറുടെ സഹായം തേടിയിട്ടുണ്ട്. നഗരസഭയുടെ കൂടി സഹായത്തോടെ മാത്രമേ ഇനി ഈ പറയുന്ന മാലിന്യ നീക്കം മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഭാവിയിൽ നഗരസഭയും റെയിൽവേയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അജിം.